ചേട്ടാ എവിടെയാന്ന് നോക്കുമ്പോ അതെ ഞാൻ ഇവിടെ ഉണ്ട്, ഇപ്പൊ തന്നെ വരാൻ പറയും. ഇപ്പൊ തന്നെ എത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ പറയും ഇപ്പൊ തന്നെ വരാന്ന് പറയും. പക്ഷെ അത് നമ്മൾ അവരോട് കാണിക്കുന്ന അവിശ്വസ്തയാണ്. എന്നാൽ ചിലരോട് പറയും ചേട്ടാ എനിക്കിപ്പോ ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയും, 3 മണിക്കൂർ. അപ്പൊ അവര് സമയം ചോദിക്കും എപ്പോ വരാൻ പറ്റും. അപ്പൊ ഞാൻ 2 മണിക്കൂർ കഴിക്കും എത്താന്ന് പറയും. പക്ഷെ നമ്മൾ ഇവിടുത്തെ വർക്ക് തീരില്ല, ചിലപ്പോ തീരും. അപ്പൊ തീർന്നില്ലെങ്കിൽ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാന്നാണ്. അപ്പൊ എത്തില്ലെങ്കിൽ ഞാൻ എന്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോടൊരു വിശ്വാസം, എനിക്ക് എന്താ ഞാൻ ചെയ്യേണ്ടത്, ചേട്ടാ ഞാൻ വിളിക്കും, ചേട്ടാ എനിക്ക് എത്തില്ല വർക്കില്ല, ഓക്കെ. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലും. ചെന്ന് കഴിയുമ്പോ നീ എപ്പോഴും വരാന്ന് പറഞ്ഞത് എത്ര നേരമായി, എന്നെ ഒരുപാട് ചിത്രം. അപ്പൊ ഞാൻ ചിലപ്പോ അവരോട് ചിലത് ഞാൻ പറഞ്ഞ 2 മണിക്കൂർ കഴിയുമ്പോൾ വരാറ്. അപ്പൊ അടിയൊന്നും നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ മൈൻഡ് മാറും. ചിലപ്പോ നമ്മൾ ടെൻഷൻ പിടിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യണേ. പക്ഷെ എന്നാലും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വിശ്വസ്തത ചെയ്ത, പക്ഷെ നമുക്ക് ദൈവം തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അത് വേണ്ടെന്ന് നമ്മൾ പറയണം. ഈ ചെറിയ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തത നമ്മൾ കാണിക്കില്ല. അങ്ങനെ ഏത് കൂട്ടത്തിനായാലും, സഭയിലായാലും, ദൈവത്തോടായാലും, കുടുംബത്തോടായാലും, മക്കളോടായാലും, ഭാര്യയോടായാലും, ഭർത്താവിനോടായാലും, അമ്മപ്പന്മാരോടായാലും, എല്ലാരോടും നമ്മൾ വിശ്വസ്തത ചെയ്യണം. അങ്ങനെ വിശ്വസ്ത ചെയ്ത ആൾക്കാർക്കാണ് കർത്താവ് പറയണ നല്ലവരും വിശ്വസനമായ ദാസനെ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിൽ തന്നെ മുമ്പ് വായിക്കുക, തൊട്ട് മുമ്പ്